എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആർദ്രം ഇന്ത്യയിൽസ് ചെയ്ത ഒരു കിച്ചൺ കബോർഡിൻ്റെ വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. കിച്ചൺ കബോർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ടിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കിച്ചൺ കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓൾറെഡി പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഫുള്ള് പാതകമൊന്നും അടിച്ചിട്ടില്ല. ഫുള്ള് നമ്മുടെ WPCയുടെ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ഫുൾ അടിച്ചു വരുന്നത്. എന്നിട്ട് അതിലോട്ടാണ് ഗ്രാനൈറ്റൊക്കെ ഇടുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇനി ഇതിൻ്റെ ഡിസൈനൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബോക്സ് എല്ലാം അടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക് ഷീറ്റ് അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ബാക്ക് ഷീറ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റാണിത്. 9mm ആണ് ഇതിൻ്റെ തിക്നെസ്. കണ്ടോ, ബാക്ക് ഷീറ്റ് നമ്മൾ അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, 9mm ആണ് ഇതിൻ്റെ വരുന്ന തിക്നെസ്. അപ്പം WPCയുടെ തന്നെ ബാക്ക് ഷീറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഷീറ്റ് എല്ലാം അടിച്ചതിന് ശേഷം നമ്മൾ ബോക്സ് എല്ലാം കയറ്റി വെക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ ടൈൽ ഇട്ടേക്കുന്നുണ്ടോ കിച്ചണിലെ, അപ്പോൾ അതിൻ്റെ നമ്മളെ സ്കർട്ടിങ് നമ്മൾ ഒട്ടിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്കർട്ടിങ് ഒട്ടിച്ചിരിക്കുന്നത് നേരെ ഭിത്തിയിലേക്ക് അകത്തേക്ക് പൊഴിച്ച് അകത്ത് കയറ്റിയാണ് സ്കർട്ടിങ് അടിച്ചിരിക്കുന്നത്. നോർമലി നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും സ്കർട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ഈ ബോക്സ് വരുന്ന അത്ര ഏരിയകളിൽ സ്കർട്ടിങ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി ഇതെല്ലാം അകത്തോട്ട് പൊഴിച്ചിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബോക്സ് സീറ്റിംഗ് ആയിട്ടിരുന്നോളും. ഇനി അഥവാ സ്കർട്ടിങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും തിക്നെസ്സും കൂടെ ബോക്സിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് തരും. പിന്നെ ബോക്സിലല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് അകത്തോട്ട് കയറ്റേണ്ടി വരും. അതുകൊണ്ട് കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടൈലിൻ്റെ സ്കർട്ടിങ് ഒട്ടിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് ലാഭം ഉണ്ടാകും. കാരണം സ്കർട്ടിങ് നമ്മൾ അത്രയും ഭാഗത്ത് ഒട്ടിക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരു നല്ലൊരു എമൗണ്ട് തന്നെ നമുക്കതിൽ ലാഭിക്കാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കാതെ ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ അകത്തോട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി അത് ഒട്ടിക്കാതെ തന്നെ തറ ക്ലീനാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കിച്ചൺ സ്ലാബിൻ്റെ ബോക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ട്രോളി യൂണിറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിലേക്ക് എൻട്രി ആകുന്ന ഭാഗത്തായിട്ട് നമ്മളൊരു പാർട്ടീഷൻ പോലെ ചെയ്യുന്നുണ്ട്. കണ്ടോ, അപ്പം നമ്മൾ ആ പാർട്ടീഷൻ്റെ വയറൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡലിലാണ് നമ്മളത് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ഫ്രിഡ്ജ് വരുന്ന പോർഷൻ ഈ കാണുന്നത്. അതുപോലെ അതിൻ്റെ ഇപ്പുറത്ത് വരുന്നതാണ് ട്രോളി യൂണിറ്റ്. കണ്ടോ, ഇത്ര ഹൈറ്റിൽ ഓപ്പണായിട്ട് കിടന്ന ട്രോളി യൂണിറ്റാണ് വരുന്നത്.
ഇതാണ് നമ്മുടെ പാർട്ടീഷൻ്റെ ഇപ്പുറത്തെ സൈഡ്. ഹാളിൽ നിന്ന് കയറി വരുന്ന ഭാഗം കാണുമ്പം നമ്മുടെ പാർട്ടീഷൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിൽ മൈക്ക് ഒട്ടിക്കാനുണ്ട്. ഇവിടെയാണ് നമ്മുടെ സിങ്ക് വരുന്നത്. സിങ്കിനുള്ളതെല്ലാം കട്ട് ചെയ്ത് സിങ്കെല്ലാം നമ്മൾ ഇറക്കിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന കട്ടിങ്ങാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ വരുന്നത്. അടുപ്പ് വെക്കാനുള്ള സ്പേസാണത്. അത് കഴിഞ്ഞിട്ടൊരു പുൾ ഔട്ട് വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഫിറ്റിങ്സുകൾ, കട്ട്ലറികൾ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വീഡിയോ. അപ്പോൾ ഇനി നമ്മളിതെല്ലാം ഫുള്ള് മയക്കി ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഫിനിഷിങ് വീഡിയോ വരുന്നതായിരിക്കും. ഫുള്ള് നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന അക്രിലിക് ഷീറ്റാണ്. അപ്പോൾ അതിൻ്റേതായൊരു പ്രത്യേകതയൊക്കെ ഇതിനുണ്ടായിരിക്കും. അപ്പം ഫുൾ വീഡിയോ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ കൊടുക്കുന്ന ആർദ്രം ഇൻറ്റീരിയലിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ വ്ളോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.